അസ്സലാമു അലൈക്കും. എന്നൊരു മനോഹരമായ ഒരു പോസ്റ്റ് കണ്ടു. ജിതിൻ കെ ജേക്കബ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ, അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച് മനോഹരമായ ഒരു കുറിപ്പായിരുന്നു അത്. സമൂഹത്തിന് ഒരു നന്മയോ ഗുണവും ചെയ്യാതെ രാവിലെ മുതൽ രാത്രി വരെ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വെറുതെ വർഗീയതയും വിദ്വേഷവുമൊക്കെ പറഞ്ഞു പരത്തുന്ന, അതിനുവേണ്ടി സമയം കളയുന്ന വർഗീയവാദികളൊക്കെ ചെവി തുറന്ന് കേൾക്കേണ്ട മനോഹരമായ ഒരു കുറിപ്പാണത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറിപ്പിന് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തത്. വളരെയധികം ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന മനോഹരമായ ഒരു കുറിപ്പ്. ഏതായാലും ആ ഒരു കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. മുസ്ലിങ്ങളുടെ ഐക്യം നിങ്ങൾക്കില്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ. ജുനൈദി എന്ന ഒരു സുഹൃത്ത് ഒരു സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനിട്ട കമൻ്റാണ് ആദ്യ പാരഗ്രാഫിൽ. നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുക, അത് പിന്തുടരാൻ സാധിക്കുന്നതാണെങ്കിൽ അത് ചെയ്യുക, അല്ലാതെ അത് കണ്ട് അസൂയപ്പെട്ടിട്ടോ അതിനെതിരെ പ്രചരണം നടത്തിയിട്ടോ കാര്യമില്ല. കേരളത്തിലെ വ്യാപാര മേഖല ആകെ മുസ്ലിം സമുദായം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നതാണ് പലരെയും ആകുലപ്പെടുത്തുന്നത്. മുസ്ലിം സമുദായം അവരുടെ കഠിനാധ്വാനവും ഒത്തൊരുമയും കൊണ്ടാണ് വ്യാപാര മേഖലയിൽ വിജയം നേടുന്നത്. സമുദായത്തിന്റെ മുന്നേറ്റത്തിന് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. വ്യാപാര മേഖലയിൽ മാത്രമല്ല, ഇന്ന് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഉൾപ്പെടെ മുസ്ലിം സമുദായമാണ് കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ 50% ഡോക്ടർമാരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കും. കേരളത്തിലെ വൻകിട ആശുപത്രികൾ എല്ലാം ഇപ്പോൾ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലാണുള്ളത്. മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ കാര്യം എടുത്ത് പറയണ്ടല്ലോ. അവരുടെ സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും കാരണങ്ങളായി പലരും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. എങ്കിലും എന്റെ അഭിപ്രായത്തിലും അനുഭവത്തിലും അവരുടെ ഒത്തൊരുമയും കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമാണ് ഇതിന് പിന്നിലുള്ളത്. പല ആരോപണങ്ങളും കഴിവുകേടിൽ നിന്നും അസൂയയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ്. മടിപിടിച്ചിരുന്നും ഉള്ള സ്വത്തുക്കൾ നോക്കി നടത്താതെ നശിപ്പിച്ചും ധൂർത്തും ആർഭാടവും നടത്തിയും കുടുംബ ബന്ധങ്ങളിലെ യോജിപ്പില്ലായ്മയും ബിസിനസ്സിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താതെയുമൊക്കെ ഇരുന്നപ്പോൾ മുസ്ലിം ഇതര സമുദായങ്ങൾക്ക് വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന ആധിപത്യം നഷ്ടമായി. ഞങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യം തന്നെ എടുക്കാം. കോട്ടയം ജില്ലയൊക്കെ അച്ചായന്മാരുടെ നാട് എന്നാണ് പറച്ചിൽ. കോട്ടയത്തുള്ള അച്ചായന്മാരൊക്കെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ച റബ്ബർ തോട്ടവും കുരുമുളകും ഏലസും എസ്റ്റേറ്റും ഒക്കെ വിറ്റിട്ട് വിദേശത്തേക്ക് കുടിയേറിയിട്ട് വർഷങ്ങൾ കുറയായി. നാട്ടിലുള്ളവരാകട്ടെ ഉള്ള സ്വത്തുക്കളും തോട്ടവുമൊക്കെ നേരെ ചൊവ്വെ നടത്താതെ ഭൂമി മുറിച്ചു വിറ്റും ധൂർത്തും ആർഭാടവും കാണിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ തോട്ടം മേഖല മുഴുവൻ പോയി കിട്ടി. കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും കോടതി വ്യവഹാരങ്ങളും കാരണം കയ്യിലിരിക്കുന്ന ഭൂമിയിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കോട്ടയം നഗരത്തിലെ മുസ്ലിം ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ പോലെയാണ്. 10 മണിക്ക് തുറക്കും, 7 മണിക്കടയ്ക്കും. കടയിൽ മിക്കവാറും ജീവനക്കാർ മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ. അതേസമയം കോട്ടയത്തെ മുസ്ലിം വ്യാപാരികൾ നടത്തുന്ന പലചരക്ക് പച്ചക്കറി കടകൾ രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ തുറന്ന് പ്രവർത്തിക്കും. ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്നില്ല എന്ന് പരിതപിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഒരിക്കൽ നാട്ടിലുള്ള സമയത്ത് വെളുപ്പിന് ഞാനും മോളും കൂടി ബീഫ് വാങ്ങാൻ പോയി. കടയിൽ കൂടി വന്നാൽ ഒരു 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ ഇറച്ചി വെട്ടുന്നുണ്ട്. ചോദിച്ചപ്പോൾ കട ഉടമയുടെ മകനാണ്. രാവിലെ 5 മണി മുതൽ കടയിൽ ബാപ്പായെ സഹായിച്ചിട്ടാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. മുസ്ലിം സമുദായം അവരുടെ കുട്ടികളെപ്പോലും ചെറുപ്പം മുതലേ വ്യാപാര മേഖലയിലേക്ക് തിരിച്ചുവിടുന്നു. അതോടൊപ്പം മികച്ച വിദ്യാഭ്യാസവും മക്കൾക്കിപ്പോൾ നൽകുന്നുണ്ട്. കഠിനാധ്വാനം ചെറുപ്പം മുതലേ ശീലമായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അതിന്റെ ഗുണം അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വ്യാപാര മേഖലയിൽ മുസ്ലിം സമുദായം മുന്നിട്ട് നിൽക്കുന്നത് ഈ കഠിനാധ്വാനവും വർഷങ്ങൾ കൊണ്ട് അവർ ആർജിച്ചെടുത്ത ബിസിനസ് അനുഭവങ്ങൾ കൊണ്ടുമാണ്. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരിക്കൽ അമീർ എന്ന ഒരു കടക്കാരനെ പരിചയപ്പെട്ടു. എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അമീറിന്റെ കടയാണ് ഞാൻ പറയുന്നത്. പക്കാ കച്ചവടക്കാരനാണ് അമീർ. എങ്ങനെ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാമെന്ന് അവന് നന്നായി അറിയാം. ഞാൻ ഈയിടെ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് സാറിനെ പറ്റി രാവിലെ കൂടെ ഓർത്തതേ ഉള്ളൂ എന്ന്. അവൻ ചുമ്മാ തള്ളിയതാണെന്ന് എനിക്കറിയാം, പക്ഷേ ഡീൽ ചെയ്യുന്ന രീതിയാണ് പ്രധാനം. വടക്കൻ കർണാടകയിൽ ജോലി ചെയ്യുമ്പോൾ വല്ലപ്പോഴും ബിരിയാണി പാർസലായി വാങ്ങിക്കുമായിരുന്നു. എന്നെ കാണുമ്പോൾ കടക്കാരൻ ജീവനക്കാരോട് പറയും, സാറിന് ഒരു സ്പെഷ്യൽ ബിരിയാണി പാർസൽ കൊടുക്കാൻ. എനിക്കുമറിയാം, കടക്കാരനുമറിയാം അത് വെറുമൊരു പറച്ചിൽ മാത്രമാണെന്ന്. പക്ഷേ സാധനം വാങ്ങാൻ വരുന്നവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കേരളം ആസ്ഥാനമായ മലബാർ ഗോൾഡ് ഗ്രൂപ്പിനെ കുറിച്ച് ട്രോളുകൾ പലരും ഇറക്കാറുണ്ട്. എങ്കിലും
ആ മേഖലയിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ വലിയ ബ്രാൻഡും ലോകത്തിലെ 19ാമത്തെ ബ്രാൻഡുമാണ് മലബാർ ഗോൾഡ്. കേന്ദ്ര സർക്കാർ ഈ ഗ്രൂപ്പിന് വലിയ പിന്തുണ നൽകുന്നുവെന്നതും എടുത്തു പറയേണ്ടതാണ്. പറഞ്ഞു വന്നത്, മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും കാരണങ്ങളുടെ പ്രധാന കാരണം അവരുടെ കഠിനാധ്വാനവും ഒത്തൊരുമയും ദീർഘവീക്ഷണവും തന്നെയാണ്. അതുകണ്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അസൂയയും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മുന്നിൽ നിന്ന ക്രിസ്ത്യൻ സമുദായങ്ങളുടെ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറാതിരുന്നതുകൊണ്ട് സംഭവിച്ചതാണ്. പള്ളികളാണെങ്കിൽ പോലും അവരുടെ കൈവശമുണ്ടായിരുന്ന കണ്ണായ സ്ഥലങ്ങൾ എല്ലാം വിറ്റുതുലച്ചു. എന്നിട്ടിപ്പോൾ അതിനെക്കുറിച്ച് പരിതപിക്കുന്നു. മാമലയോടും പടവെട്ടി മണ്ണിൽ കനകം വിളയിച്ച് കുടിയേറ്റത്തിന് മക്കളിതാ എന്ന് പറഞ്ഞുള്ള പാട്ട് ക്രിസ്ത്യൻ കല്യാണ വീടുകളിൽ ഇപ്പോഴും ആലപിക്കും. പൂർവികരാണ് മാമലയോട് പടവെട്ടിയതും മണ്ണിൽ കനകം വിളയിച്ചതും. ഇപ്പോഴത്തെ തലമുറ പൂർവികർ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയത് എല്ലാം നശിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം മറ്റുള്ളവരല്ല. ഇപ്പോഴത്തെ അവസ്ഥ മുസ്ലിം സമുദായത്തിന് എപ്പോഴും ഉണ്ടാകുമെന്നും പറയാനും കഴിയില്ല. ഇപ്പോഴത്തെ ക്രിസ്ത്യൻ തലമുറകളെപ്പോലെ മുസ്ലിം സമുദായത്തിലെ അടുത്ത തലമുറയുമായാൽ അവർക്കും ക്ഷീണം സംഭവിക്കും. പണ്ട് ഹിന്ദു സമുദായത്തിന് സംഭവിച്ചത് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന് സംഭവിക്കുന്നുവെന്ന് മാത്രം. മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയും സാമൂഹിക മുന്നേറ്റവും കണ്ട് അസൂയപ്പെട്ടിട്ടോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ കാര്യമില്ല. അവർ മടിപിടിച്ചിരിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നു. അവർക്ക് എല്ലാ കാര്യത്തിലും, അതിപ്പോൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കച്ചവടം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഐക്യമുണ്ട്. അതിൽ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ബാക്കിയുള്ള സമുദായങ്ങൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ അതിന് അവരവർ തന്നെയാണ് ഉത്തരവാദികൾ. മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നത് കഴിവുകേടാണ് എന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, എത്ര മനോഹരമായ ഒരു കുറിപ്പാണിത്. മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പറയുന്നത് ഒരു മുസ്ലിം മത വിശ്വാസിയല്ല, ഒരു സുഡാപ്പിയൊന്നുമല്ല, ഒരു ക്രൈസ്തവ വിശ്വാസിയായ ഒരു സഹോദരനാണ്. നോക്കൂ, മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തെക്കുറിച്ചും കഠിന പ്രയത്നത്തെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിലെ ആളുകൾ അവർ കഠിനാധ്വാനം ചെയ്യുകയും ഐക്യത്തോടുകൂടി മുന്നിട്ട് നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുമ്പോൾ മറുവശത്ത് അവരുടെ ആ വിജയത്തിൽ അരിശം പൂണ്ട്, അസൂയ പൂണ്ട് ഇസ്ലാമിക വിരുദ്ധർ മുസ്ലിമീങ്ങൾക്കെതിരെ അവഹേളനങ്ങളും കളിയാക്കലുകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഹിന്ദു ഐക്യവേദി, RSS അങ്ങനെ അടക്കമുള്ള ഒരുപാട് സംഘടനകളുണ്ട്. ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ സംഘടനയുടെ തലപ്പത്തുള്ള നേതാക്കളൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ സംഘടനകളെ കൊണ്ട് ഹിന്ദു സമുദായത്തിലെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടാകുന്നുണ്ടോ? അതുമല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇത്തരം ഹിന്ദുക്കളുടെ പേരും പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്ന ഇത്തരം സംഘടനകൾ ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് മതവർഗീയതയും വിദ്വേഷവും ഇങ്ങനെ പറഞ്ഞു വരുത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാന ജോലി. നമുക്കറിയാം, ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് വരുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാവൊന്നുമല്ല, ഒരു മനുഷ്യസ്നേഹിയാണ്. ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസൽമാനെയും എല്ലാവരെയും ഒരുപോലെ കാണുന്ന, മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ഒരു മനുഷ്യസ്നേഹി. അതുകൊണ്ട് മതം പറഞ്ഞ്, വർഗീയത പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക.